സുപ്രീം കോടതി വിധി ലംഘിച്ച് ഉത്തർപ്രദേശ് ബുൾഡോസർ രാജ്യവുമായി മുന്നോട്ടു പോയാൽ സർക്കാർ ചെലവിൽ അവ പുനർനിർമ്മിക്കാൻ നടപടിയെടുക്കുമെന്ന് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. അഭിഭാഷകനും പ്രൊഫസറും അടക്കം 5 പേരുടെ വീടുകൾ അവരുടെ ഭാഗം കേൾക്കാൻ സാവകാശം നൽകാതെ ഇടിച്ചു നിരത്തിയ UP സർക്കാർ നടപടി ഞെട്ടിക്കുന്നതും തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും ജസ്റ്റിസുമാരായ അബേസ് ഓക, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ച് കുറ്റപ്പെടുത്തി. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദമെന്ന ഒന്നുണ്ടെന്ന് UP സർക്കാരിന് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണിയെ ജസ്റ്റിസ് അബേസ് ഓക ഓർമ്മിപ്പിച്ചു. ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചെലവിൽ തന്നെ ഇടിച്ചു നിരത്തിയ വീടുകൾ പുനർനിർമ്മിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടും. UP സർക്കാരിൻ്റെ ചെയ്തിക്ക് അത് മാത്രമാണ് പരിഹാരമെന്നും ജസ്റ്റിസ് അബേസ് ഓക പറഞ്ഞു. അഡ്വക്കേറ്റ് സുൽഫിക്കർ ഹൈദർ, പ്രൊഫസർ അലി അഹമ്മദി എന്നിവർക്ക് പുറമെ മറ്റൊരാളും കൂടിയാണ് ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയത്. അലഹബാദ് ഹൈക്കോടതിയും ഹർജി തള്ളിയതിനെ തുടർന്നായിരുന്നു ഇത്. ഈ മാസം 6-ന് രാത്രി നോട്ടീസ് തന്ന് 7-ന് തന്നെ വീടുകൾ പൊളിച്ചുമാറ്റിയെന്ന് ഹർജിക്കാർ ബോധിപ്പിച്ചു. പാട്ടഭൂമിയിൽ നിയമപരമായി താമസിച്ചു വരുന്ന തങ്ങൾക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഇടിച്ചു നിരത്തിയെന്ന് ഹർജിക്കാർ പറയുന്നു. മാത്രവുമല്ല, കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവ് അത്തീഖ് അഹമ്മദിന് കൈവശമുള്ള ഭൂമിയാണെന്ന് കള്ളം പറഞ്ഞാണ് ഇത് പൊളിച്ചതെന്നും അവരുടെ അഭിഭാഷകർ വാദിച്ചു. ഹർജിക്കാർക്ക് നോട്ടീസിന് മറുപടി നൽകാൻ സമയമുണ്ടായിരുന്നുവെന്ന് AG വാദിച്ചപ്പോൾ നോട്ടീസിന്റെ കാര്യത്തിൽ UP സർക്കാരിന്റെ വാദങ്ങൾക്ക് സ്ഥിരതയില്ലെന്ന് ബെഞ്ച് കുറ്റപ്പെടുത്തി. ഹർജികൾ വീണ്ടും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കണമെന്ന MGയുടെ ആവശ്യവും ബെഞ്ച് തള്ളി. എന്നാൽ കർക്കശ നിലപാടെടുത്ത് സുപ്രീം കോടതി അനാവശ്യമായ കാലതാമസം വരുത്താനേ ഇതുകൊണ്ടാകൂ എന്ന് പറഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കാനായി ഈ മാസം 21-ലേക്ക് മാറ്റുകയായിരുന്നു.